ഈ സ്കൂളിൻ്റെ തന്നെ ഓണറായിട്ടുള്ളവൻ്റെ മകനാണ് ഈ പയ്യൻ വികാസ്. കാശും പണവും അധികാരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ തെറ്റായിട്ടുള്ളൊരു ജീവിതശൈലിയിലാണ് അവൻ ജീവിക്കുന്നത് തന്നെ. അതേസമയം നമ്മുടെ ഹീറോയിന് സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്തിട്ട് അവളുടെ ഫാമിലിയായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഇവളുടെ ഫ്രണ്ട് നാളെ ഒരു പാർട്ടി ഉണ്ട്, നീ വരണം എന്ന് പറഞ്ഞിട്ട് ഇവള് അവളുടെ അച്ഛൻ്റെ അടുത്ത് തന്നെ പോകാൻ വേണ്ടി പെർമിഷൻ ചോദിക്കുകയാണ്. അച്ഛനും ഞാനും നിന്നെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാമെന്ന് പറയാണ്. ആ പാർട്ടിയിലാണ് നേരത്തെ കണ്ടിട്ടുള്ള ആ വികാസും ഇവളുമായിട്ട് ഇൻട്രൊഡക്ഷൻ നടക്കുന്നത് തന്നെ. അങ്ങനെ അവളുടെ അച്ഛനും പറഞ്ഞ പോലെ തന്നെ ഇവളെ തിരിച്ച് പിക്കപ്പ് ചെയ്യാണ്. പക്ഷേ തിരിച്ചു വന്ന അവൾ ഒരുപാട് ടയേർഡായിട്ട് റൂമിൽ വന്നത് കരയാൻ തുടങ്ങാണ്. കാരണം ആ പാർട്ടിയിൽ ആ വികാസ് അവൻ്റെ ഫ്രണ്ട്സും ചേർന്നിട്ട് ഈ പെണ്ണിൻ്റെ അടുത്ത് ഒരുപാട് തെറ്റായിട്ട് നടന്നിട്ടുണ്ടാവും. ഇനി ഇവളും അതൊക്കെ ആലോചിച്ച് കരയാണ്. അങ്ങനെ ഇവൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതു ഹീറോയിൻ്റെ അച്ഛൻ ഇവളുടെ അച്ഛൻ എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ്. ഇനി ഇവളും പേടിച്ച പോലെ ആരും അവളെ തൊടാൻ സമ്മതിക്കാതെ അമ്മയുടെ പിന്നിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഇവൾ എന്താ നടന്നിട്ടുള്ള കാര്യം തന്നെ പറയുന്നത്. പാർട്ടി കഴിഞ്ഞിട്ട് ഇവളുടെ അച്ഛൻ വരാൻ ലേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വികാസ് വന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്, കേക്ക് വെട്ടിയിട്ട് നിന്നെ ഞാൻ തന്നെ ഇവിടെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അവളും ക്ഷണിക്കുകയാണ്. ഇവരും കേക്ക് വാങ്ങിയിട്ട് അത് മയക്കുമരുന്ന് ചേർന്നിട്ട് ഇവരുടെ അടുത്ത് തെറ്റായിട്ട് നടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇനി ഇവൾ വേണ്ടാന്ന് പറഞ്ഞ് തടുത്തെങ്കിലും അവർ 5 പേരും ചേർന്നിട്ട് ഇവരുടെ അടുത്ത് തെറ്റായിട്ട് നടന്നിട്ട് അത് വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ എല്ലാം നടന്നതിന് ശേഷം ആ പാർട്ടി നടന്ന സ്ഥലത്ത് തന്നെ ഇറക്കി വിട്ടിട്ട് പോവാണ്. അങ്ങനെ ഇത് കേട്ടത് അവളുടെ അച്ഛൻ തകർന്നു പോവാണ്. പക്ഷേ ഹീറോയിനും ഒരുപാട് ബോൾഡായിട്ട് അവർക്കെതിരെ കേസ് കൊടുക്കണം എന്ന് പറയാണ്. അങ്ങനെ അവിടുത്തെ ഇൻസ്പെക്ടറുടെ അടുത്ത് ഇവൾ പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവൾ കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഓഫീസറുടെ അടുത്ത് അവളെ അയക്കുകയാണ്. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന ACP ഇവർക്കെതിരെയുള്ള എല്ലാ എവിഡൻസും കളക്ട് ചെയ്തിട്ട് വികാസിനെ അവൻ്റെ ഫ്രണ്ട്സിനെ അറസ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ വികാസ് ജയിലായതുകൊണ്ട് തന്നെ അവൻ്റെ അച്ഛൻ അവനെ പരോൾ എടുക്കാൻ വേണ്ടി ശ്രമിച്ചതും അവൻ്റെ അമ്മയാണെങ്കിൽ അവന് ചെറുപ്പം മുതൽ തന്നെ ആഗ്രഹമുള്ള എല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ട് അവൻ ഇങ്ങനെ ആക്കി തീർത്ത് നമ്മളാണെന്ന് പറയാണ്. അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അവന് കിട്ടണം, അവനെ പരോൾ എടുക്കണ്ടെന്ന് പറയാണ്. ഇനി ഇവരുടെ വക്കീൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ലേ പോയെന്നൊക്കെ ആ പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞതു അവൾ ഒരുപാട് അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചതു ആ ACP ഇവരെടുത്തിട്ടുള്ള ആ വീഡിയോ എവിഡൻസ് ആയിട്ട് അവിടെ കാണിക്കുകയാണ്. അങ്ങനെ ഇത് മനസ്സിലാക്കിയത് ആ ജഡ്ജ് ഇവർക്ക് ജീവപര്യന്തം തന്നെ ശിക്ഷ കൊടുക്കുകയാണ്. അങ്ങനെ അവർ 5 പേരും വേറെ വേറെ ജയിലിലാക്കാണ്. അങ്ങനെ 6 വർഷങ്ങൾക്ക് ശേഷം വികാസിൻ്റെ അമ്മ എൻ്റെ മോൻ നന്നായിട്ട് പഠിക്കും, IITയുടെ എക്സാം എഴുതാൻ വേണ്ടി മാത്രം അവനെ അനുവദിക്കണം, അങ്ങനെയാണെങ്കിൽ ഈ ശിക്ഷ കഴിഞ്ഞ് അവൻ തിരിച്ചിറങ്ങുമ്പോൾ അവന് വേണ്ടിയിട്ട് ഒരു ലൈഫ് ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് അവന് എൻട്രൻസ് എക്സാം എഴുതാനുള്ള ഒരു പെർമിഷൻ മാത്രം വാങ്ങാണ്. പിന്നെ പരോളിന് വന്നതും അവൻ ഒട്ടും തന്നെ നന്നാവാതെ അവന് തോന്നുന്ന പോലെ നടക്കാണ്. ഇതൊക്കെ അവൻ്റെ അമ്മ എതിർത്തതും അവൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ അവൻ തെറ്റായിട്ട് നടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ അവൻ്റെ അമ്മയും അവനെ തള്ളി വിട്ടിട്ട് ഇനി എൻ്റെ മുഖത്ത് തന്നെ നോക്കരുതെന്ന് പറഞ്ഞിട്ട് അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കാണ്. അവനും അവൻ്റെ തെറ്റൊക്കെ മനസ്സിലാക്കിയിട്ട് അടുത്ത ദിവസം മുതൽ തന്നെ ആ IIT എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാണ്. അപ്പോഴാണ് ഇവൻ്റെ കൂടെ ജയിലിലുണ്ടായിരുന്ന വേറെ പരോൾ ഇറങ്ങിയിട്ടുള്ള ഇവൻ്റെ ഫ്രണ്ടിനെ അവൻ കാണുന്നത്. അപ്പോഴാണ് പറയുന്നത് നമ്മൾ ജയിലിൽ പോകാൻ തന്നെ കാരണം നിൻ്റെ അമ്മയാണ്. ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്ന ഫോൺ ഞാൻ ഒരു ഡ്രെയിനേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ അത് എടുത്തിട്ട് പോലീസിനെ ഏൽപ്പിച്ചു തന്നെ നിൻ്റെ അമ്മയാണെന്ന് പറയണം അവൻ. അതുകൊണ്ട് തന്നെ ദേഷ്യത്തിൽ അവൻ ആ IIT എക്സാമിന് തന്നെ പോകാതിരിക്കുകയാണ്. ഇവൻ പരോൾ കഴിഞ്ഞ് തിരിച്ച് ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആ ACP വന്നിട്ട് എക്സാം എഴുതാത്തവർക്ക് ഒരു റീ എക്സാം വെച്ചിട്ടുണ്ട് ഡൽഹിയിൽ. അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് നിൻ്റെ പരോൾ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഡൽഹിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ അപ്രൂവൽ മാത്രം വാങ്ങിയിട്ട് വന്ന് പറയാണ്. അവന് എനിക്ക് ജീവിക്കാൻ തന്നെ ഇഷ്ടമല്ല, എന്തിനാണ് ഇതൊക്കെ എനിക്ക് വേണ്ടി ചെയ്യുന്നതെന്ന് പറയാണ്. അങ്ങനെ ആ ACPയും ജയിലിലുള്ളവർക്ക് നീ ഒരു എക്സാമ്പിൾ ആവും, നിനക്ക് വേണ്ടിയിട്ടല്ലെങ്കിലും നിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും ഇത് ചെയ്യുന്ന പറയാണ്. ഇവനും അവിടുത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് സൈൻ വാങ്ങാൻ വേണ്ടി വരികയാണ്. അപ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ മജിസ്ട്രേറ്റ് ആയിട്ടുള്ളത് വേറെ ആരുമല്ല, തെറ്റായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ആ പെണ്ണായിരുന്നു. ഇവൻ അവളെ കണ്ടതു ഒട്ടും തന്നെ കരച്ചിലടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവളും അവന് പ്രതികാരമൊന്നും ചെയ്യാതെ IIT എക്സാമിനെ കുറിച്ചുള്ള കുറച്ച് 4 ചോദ്യങ്ങൾ വെച്ചിട്ട് അവന് അപ്രൂവും കൊടുക്കുകയാണ്. അവനും അവൻ്റെ തെറ്റെല്ലാം മനസ്സിലാക്കിയിട്ട് അവൻ്റെ അമ്മയുടെ കാലിൽ തന്നെ വീണ് മാപ്പി വെച്ച് കരയാണ്.